പണവും പ്രതാപവും നക്ഷത്രങ്ങളുമെല്ലാം മാഡ്രിഡുകാരുടെ അലമാരയിൽ തന്നെയാണ്. പക്ഷേ ഇതെല്ലാം ഉണ്ടായിട്ടും പോയ 2 സീസണുകളിലും അവർ ആടി ഉലയുന്നൊരു കപ്പലാണ്. കോച്ചിന്റെ പുറത്താകലും മറ്റൊരു ഫൈനൽ തോൽവിയും കാരണം അവർ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ അപ്പുറത്ത് കാറ്റലോണിയക്കാരുടെ അലമാരയിൽ ഒരു കിരീടം കൂടി എത്തിയിരിക്കുന്നു. 2024 സമ്മർ വരെ മുങ്ങിത്താണുകൊണ്ടിരിക്കുന്ന ഒരു കപ്പലാണെന്ന തോന്നലിൽ നിന്നും അതിവേഗത്തിലാണ് അവർ കരപിടിച്ചത്. ഈ സന്തോഷങ്ങൾക്കെല്ലാം ബാഴ്സ ആരാധകർ ഏറ്റവും നന്ദി പറയേണ്ടത് ആരോടാണ്? ഒരു സംശയവുമില്ല, ഹാൻസ് ഡൈറ്റർ ഫ്ലിക്ക് അഥവാ ഹാൻസി ഫ്ലിക്ക്. ലോസ് ബ്ലാങ്കോസ് എന്ന് വിളിക്കുന്ന റയലിൻ്റെ വെള്ളക്കുപ്പായക്കാർക്ക് എല്ലാമുണ്ട്. പണം കൊണ്ട് ഫുട്ബോളിൽ വാങ്ങാവുന്നതെല്ലാം അവർക്ക് കയ്യെത്തും ദൂരത്ത് തന്നെയുണ്ട്. ലോകത്തെ ഏറ്റവും മികച്ച സൂപ്പർ താരങ്ങളും മുന്നിൽ നിന്നും നയിക്കാൻ പെരസിനെ പോലെ ഒരു പ്രസിഡന്റുമെല്ലാം അവർക്ക് സ്വന്തം. എന്നാൽ കാറ്റലോണിയക്കാരുടെ സ്ഥിതി എന്താണ്? ചോദിച്ചു വാങ്ങിയ കടബാധ്യതയും ട്രാൻസ്ഫർ റെസ്ട്രിക്ഷനുമെല്ലാം അവരുടെ തലയിൽ തന്നെ തൂങ്ങി നിൽക്കുന്നു. വിചാരിച്ച താരങ്ങളെ എത്തിക്കാനോ ട്രാൻസ്ഫർ മാർക്കറ്റിൽ മത്സരത്തിനൊരുങ്ങാനോ അവർക്ക് വയ്യ. എന്നിട്ടും പരാതികളോ പരിഭവങ്ങളോ ഇല്ലാതെ ഈ ടീമിനെ കൊണ്ടുപോകുന്നതിൽ ഹാൻസി ഫ്ലിക്കിന് നിശ്ചയമായും ഒരു കൈ കൊടുക്കണം. കാരണം അയാൾ ക്യാമറോയിലേക്ക് വരുമ്പോൾ ആരും റെഡ് കാർപ്പറ്റ് വിരിച്ചിരുന്നില്ല. നിരന്തരം മോശം തലക്കെട്ടുകളിൽ ഇടം പിടിച്ചിരുന്നൊരു ക്ലബിലേക്കായിരുന്നു അയാളുടെ വരവ്. കൂടെ ജർമ്മൻ മാനേജറായി പരാജയപ്പെട്ടവനെന്ന സ്വന്തം ഭൂതകാലത്തെയും മറക്കണം. ഫ്ലിക്ക് വരുമ്പോൾ പടിയിറങ്ങിപ്പോകുന്ന സാവി ഒരു ഉപദേശം കൂടി കൊടുത്തു. പുതിയ കോച്ച് ആരായാലും അദ്ദേഹവും ബുദ്ധിമുട്ടും, ക്ഷമ വേണ്ടിവരും. സാവിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു. തൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലായിരുന്നു സാവിയുടെ ഉപദേശം. പക്ഷേ ഫ്ലിക്കിൻ്റെ പ്ലാനുകൾ വേറെയായിരുന്നു. എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അയാൾ ഈ ഹോട്ട് സീറ്റ് തിരഞ്ഞെടുത്തത്. വിചാരിച്ച താരങ്ങളെ എത്തിക്കാൻ പണമില്ല. അപ്പോൾ എന്തു ചെയ്യും? അതൊരു പരാതിയോ എക്സ്ക്യൂസോ ആയി എടുക്കാം. പക്ഷേ ഫ്ലിക്കിൻ്റെ പ്ലാനുകൾ വേറെ തന്നെയായിരുന്നു. ഉള്ള താരങ്ങളെ താൻ വിചാരിച്ച രീതിയിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുക എന്നതായിരുന്നു അതിൽ പ്രധാനം. റഫീനിയെ തന്നെ നോക്കൂ. ഫ്ലോപ്പ് എന്ന ലേബലിൽ വലിയ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയ താരമായിരുന്നു അയാൾ. ഒരു വേള നീക്കോ വില്യംസിൻ്റെ വരവിനായി വിൽക്കാൻ വേണ്ടി വരെ ഒരുങ്ങിയയാൾ. എന്നാൽ ഫ്ലിക്കിൻ്റെ കളറിൽ റഫീനിയുടെ ട്രാൻസ്ഫോർമേഷൻ അമ്പരപ്പിക്കുന്നതായിരുന്നു. ഫ്ലോപ്പിൽ നിന്നും ബാലൻഡിയോർ കണ്ടൻഡറിലേക്ക് റഫീനിയെ ഫ്ലിക്ക് കൈപിടിച്ചുയർത്തി. വിങ്ങുകളിൽ ഗതിയില്ലാതെ കിടന്ന റഫീനിയെ ഫ്ലിക്ക് ഒരു ട്രിഗറാക്കി മാറ്റി. ഗോളും അസിസ്റ്റും പാസും പ്രസ്സും എല്ലാം ചേർന്ന ഒരു കംപ്ലീറ്റ് റഫീനിയെയാണ് ഫ്ലിക്ക് ബാഴ്സയ്ക്ക് നൽകിയത്. റഫീനിയ മാത്രമല്ല, പ്രായം തളർത്തിയെന്നും ഇനിയൊരു ബാല്യമില്ലെന്നും കരുതിയ ലെവൻഡോസ്കിയെ വരെ കൃത്യമായി ഫ്ലിക്ക് ഉപയോഗപ്പെടുത്തി. 90 മിനിറ്റും കളിപ്പിക്കാവുന്ന പ്രായമല്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെ ലെവയെ കൃത്യമായി ഉപയോഗപ്പെടുത്തി. പെട്രിയെ കളത്തിൽ കൂടുതൽ അച്ചടക്കമുള്ളവനാക്കി ടീമിൻ്റെ എഞ്ചിനാക്കി. തൻ്റെ റോൾ എന്താണെന്ന് വ്യക്തതയില്ലായിരുന്ന ഡിജോങ്ങിനെ ഡിഫൻസിനും അറ്റാക്കിനും ഇടയിൽ ഒരു പാലമാക്കി മാറ്റി. ലാമാസിയുടെ കണ്ടെത്തലുകളായ പോക്കു ബാർസയിലും മാർക്ക് കസോഡോയിലും വിശ്വാസമർപ്പിച്ച് തേച്ചു മിനുക്കിയെടുത്തു. എന്തിനേറെ, യുണൈറ്റഡിൽ എടുക്കാച്ചരക്കായിരുന്ന മാർക്കസ് റാഷ്ഫോർഡിനെ വരെ ഫ്ലിക്ക് ഒരു പ്രൊഫഷണലാക്കി മാറ്റി. അഥവാ ലഭ്യമായ വിഭവങ്ങളെ വെച്ചു തന്നെ ഫ്ലിക്ക് ബാഴ്സയെ ഒരു വേൾഡ് ക്ലാസ് ടീമാക്കി മാറ്റി. അധികമാരും പറയാത്ത ഫ്ലിക്കിൻ്റെ മറ്റൊരു റവല്യൂഷൻ ഫിറ്റ്നസ് ഡിപ്പാർട്ട്മെൻറ്റിലാണ്. കൂടുതൽ ഫിറ്റ്നസ് ഉള്ള താരങ്ങളെ എത്തിക്കുന്നതിലല്ല, ഉള്ളവരെ കൂടുതൽ ഫിറ്റ്നസ് ഉള്ളവരാക്കി മാറ്റുന്നതിലാണ് ഫ്ലിക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. ട്രഡീഷണൽ ബാഴ്സ ഫിലോസഫിയിൽ നിന്നും ജർമ്മൻ സ്റ്റൈൽ ഹൈ പെർഫോമൻസ് ലാബിലേക്ക് താരങ്ങളെ ഫ്ലിക്ക് ട്രാൻസ്ഫോം ചെയ്യിപ്പിച്ചു. ഫിറ്റ്നസ് ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡായി അന്റോണിയോ കോണ്ടെയുടെ അസിസ്റ്റൻ്റ് ആയിരുന്ന ജൂലിയോ ടോസിനെ കൊണ്ടുവന്നു. ഫീൽഡ് ഫിറ്റ്നസിനായി സ്പാനിഷ് ഫുട്ബോളിൽ നിന്ന് തന്നെ 2 പേരെയും എത്തിച്ചു. ദിവസവും 2 നേരം വെച്ച് കളിക്കാരെ ഫ്ലിക്ക് ട്രെയിൻ ചെയ്യിപ്പിക്കുന്നുണ്ട്. കൃത്യമായ GPS മോണിറ്ററിംഗ്, വെയിറ്റ് പ്രോട്ടോകോൾ, ഇഞ്ചുറി പ്രിവെൻഷൻ അടക്കമുള്ള വൈവിധ്യമായ ലെയറുകളിലാണ് ഫ്ലിക്ക് ഫിറ്റ്നസ് മെയിൻ്റനൻസ് നടത്തുന്നത്. അതിൻ്റെ മാറ്റം കളിക്കളത്തിലും തെളിഞ്ഞു കാണാം. എത്ര ഗോൾ കൺസീഡ് ചെയ്താലും ബാഴ്സ അത് തിരിച്ചടിക്കുമെന്ന തോന്നലിൻ്റെ കാരണവും അതുതന്നെയാണ്. ഹാൻസി ഫ്ലിക്ക് പോയ സീസണിലെ ബാഴ്സയുടെ ഹൃദയം കവർന്നവനാണ്. കാരണം ആരാധകർക്ക് എന്നും ഓർത്തിരിക്കാൻ പോന്ന 4 എൽ ക്ലാസിക്കോ വിജയങ്ങൾ അയാൾ ആരാധകർക്ക് നൽകി. പലതിലും ബദ്ധവരികളെ ക്രൂരമായാണ് പിച്ച് ചെയ്തത്. നനച്ചിരിക്കാത്ത നേരങ്ങളിൽ നൽകിയ കംബാക്ക് വിജയങ്ങളും ബയണിനെതിരെ പക വീട്ടിയതുമെല്ലാം ഫ്ലിക്കിൻ്റെയും ടീമിൻ്റെയും ഗ്രാഫ് ഉയർത്തി. സ്പാനിഷ് മണ്ണിലെ സകല കിരീടങ്ങളും നേടിയെങ്കിലും യൂറോപ്പിൽ അവസാന ലാപ്പിൽ കാലിടറി വീണു. എങ്കിലും ആരാധകർക്ക് നിരാശയൊന്നും തോന്നിയില്ല. കാരണം അതുവരെ ഈ ടീം നൽകിയതെല്ലാം പ്രതീക്ഷിക്കുന്നതിലും അപ്പുറം തന്നെയായിരുന്നു. പോയ സീസണിലെ പെർഫോമൻസ് അത്രയും ഹൈ ആയതുകൊണ്ട് തന്നെ ഈ സീസണിൽ അതിനു മുകളിലുള്ള പ്രതീക്ഷകൾ സ്വാഭാവികമാണ്. പക്ഷേ റിയാലിറ്റിയിൽ തൻ്റെ ടീമിനെ മിനുക്കാൻ പുതുതായി ഫ്ലിക്കിന് കാര്യമായി ഒന്നും കിട്ടിയിരുന്നില്ല. ഹൈലൻഡ് ഡിഫൻസ് എന്ന ഞാണിമേൽ നിന്നാണ് ഈ കളികളെല്ലാം കളിച്ചത്. ലെവൻഡോസ്കിക്ക് ഒരു വയസ്സുകൂടി കൂടി. റഫീഞ്ഞ പരിക്കിനെ തുടർന്ന് ഒരുപാട് കാലം പുറത്തായിരുന്നു. യമാലും പെഡ്രിയുമെല്ലാം പരിക്കിൻ്റെ ഷാഡോയിൽ തന്നെ. ഇനിഗോ മാർട്ടിനസ് സൗദിയിലേക്ക് പോയി. ഡിഫൻസിൽ യാതൊരു സ്കോഡ് ഡെപ്തുമില്ല. സമ്മറിൽ കാര്യമായ ട്രാൻസ്ഫറുകളും വന്നില്ല. ഫ്ലിക്കിനെ പറയാനും തോൽക്കാനും ഒരുപാട് കാരണങ്ങൾ ഇക്കുറിയും ഉണ്ടായിരുന്നു. അതിനിടയിൽ ബേണബ്യൂവിൽ എൽ ക്ലാസിക്കോയും തോറ്റു. പക്ഷേ 2026 തുടക്കത്തിൽ നാം സംസാരിക്കുമ്പോൾ കറ്റാലന്മാർ തലയുയർത്തി തന്നെയാണ് നിൽക്കുന്നത്. ലാലീഗയിൽ സ്റ്റിൽ 5 പോയിന്റ് മുന്നിലാണ്. സീസണിലെ ആദ്യ കിരീടത്തിൽ റയലിനെ തോൽപ്പിച്ച് മുത്തമിടുകയും ചെയ്തു.
സക്സസ് ഈസ് നോട്ട് ആം, ഇറ്റ് ഈസ് ഓൺലി റെൻറ്റഡ് ആൻഡ് ദ റെൻറ്റ് ഈസ് ഡ്യൂ എവറി ഡേ എന്നൊരു വിഖ്യാത ചൊല്ലുണ്ട്. അഥവാ വിജയങ്ങൾ എന്നേക്കുമായി സ്വന്തമല്ല, അത് വാടകയ്ക്കെടുത്തത് മാത്രമാണ്. ആ വാടക എന്നും കൊടുത്തുകൊണ്ടേയിരിക്കണം. മുമ്പ് ബയേണിൽ ജൈത്രയാത്ര നടത്തുന്ന കാലത്ത് ഫ്ലിക്ക് ഈ കോട്ട് പറഞ്ഞിരുന്നു: വിജയങ്ങളിൽ അമിതമായി ആഹ്ലാദിക്കുകയോ തോൽവികളിൽ നിയന്ത്രണം നഷ്ടപ്പെടുകയോ ചെയ്യുന്നതല്ല ഫ്ലിക്കിൻ്റെ സ്റ്റൈൽ. സ്പാനിഷ് മാധ്യമങ്ങൾ സൈലന്റ് മാസ്റ്റർ എന്ന പേര് കൊടുത്തതും അതുകൊണ്ട് തന്നെയാണ്. കളിക്കാരോടൊരു ഫാദർ ഫിഗർ മൂഡിലാണ് അദ്ദേഹത്തിൻ്റെ ഇടപെടൽ. ഈഗോകളോ വിടുവായത്തങ്ങളോ മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തിക്കാറുമില്ല. ഹാൻസി ഫ്ലിക്കിൻ്റെയോ ബായ്സയുടെയോ ഭാവി നമുക്കറിയില്ല. ഫുട്ബോൾ മാർക്കറ്റിനോടും എതിരാളികളോടും എത്ര കാലം ഇതുപോലെ കോമ്പീറ്റ് ചെയ്യുമെന്ന് പറയാനുമാകില്ല. പക്ഷേ ഒന്നുറപ്പാണ്, ഇല്ലായ്മകളുടെ കാലത്ത് ഫ്ലിക്ക് തന്ന രോമാഞ്ചങ്ങളും ആഘോഷരാത്രികളും കാറ്റലോണിയയിലെ വരും തലമുറകൾ പോലും പറയും. ഉറപ്പ്.